ചേച്ചി എന്നെ മച്ചാനൊരു ജീവിതം കൊടുത്തല്ലോ, ഒരുപാട് സന്തോഷം. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ വന്നതിൽ സന്തോഷം അച്ഛാ. എന്തായാലും നിങ്ങളുടെ പ്രസൻസ് വലിയൊരു ഗിഫ്റ്റാണ്. താങ്ക് യു. ചെറുതായിട്ട് ഞാൻ റോസ്റ്റിംഗ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കമോൺ. നല്ല വെയിറ്റ് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല, വളർന്നു. ഉണ്ണി വല്ലാതെ അങ്ങ് വളർന്നു. നിങ്ങൾ എല്ലാവരും എന്റെ ചങ്കുകളാണ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതൊരു കല്യാണ വൈബ് അല്ലായിരുന്നു, ഒരു DJ പാർട്ടി ലെവലാക്കി തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ഓരോരുത്തർക്കും. മച്ചാൻസ് വ്ലോഗിലേക്ക് സാധാരണ സ്വാഗതം പറയാൻ വേണ്ടിട്ട് ആശിക്കാനുള്ളത്. ആശിക്ക് ബിസിയാണ്, പുറത്ത് നിൽക്കുന്നു. ഇപ്പൊ പുതിയ ആള് എന്റെ കൂടെ ഉണ്ടല്ലോ. ഇനി തൊട്ട് എന്റെ കൂടെ ഇദ്ദേഹം കാണും. നിങ്ങൾക്ക് അറിയാം, ഷബാന ഷബ്സ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ഷബ്സും ഞാനും കൂടെ ഇപ്പോൾ ഈ ഒരു വേഷമൊക്കെ അണിഞ്ഞ് എവിടെ ഏത് താജ്മഹൽ പണിയാൻ വേണ്ടി പോകുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മള് നേരെ പോകുന്നത് അൽസാജിലേക്കാണ്, നമ്മുടെ അതാണ്. അപ്പോൾ ഇന്ന് റിസപ്ഷനിൽ പോയി നമ്മൾ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, അവരെല്ലാവരും റെഡിയായി കഴിഞ്ഞു. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ നൊക്നോ അടിക്കാൻ പറ്റും. അപ്പോൾ സ്നിക്കോ അടിക്കാൻ റെഡിയല്ല? റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇതാണ്. ഓക്കെ, ഇതാണ് ഷബാനയുടെ, ഇതാണ് എൻ്റെത്. ഓക്കെ, അപ്പോൾ നമ്മൾ പടപടെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളപ്പോൾ പുറത്തിറങ്ങാൻ പോവാണ്. റെഡിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ആശിക്കിനെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് പേര് പുറത്തുണ്ട്. അതായത് അൽസാജി ചെന്നിട്ടാണ് ഇനി ബാക്കി വിശേഷംസ്. അവിടെ ചെന്നിട്ടുള്ള പൂര അലമ്പ് പേടിയുണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഒറ്റ സ്നാപ്പിലേക്ക് നമുക്ക് നേരെ അൽസാജിലേക്ക് പോകാം. റെഡി? 1 2 3. അപ്പോൾ റിസപ്ഷൻ വ്ലോഗിലേക്ക് പോകും മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ആശിക് മച്ചൻ നമ്മളടുത്ത് വിളിക്ക് അടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ആശിക്കേ, എന്ത് പറ്റി? കുറച്ച് നാളായിട്ട് മുടി നരയ്ക്കാൻ തുടങ്ങിയടാ. പെണ്ണാ കിട്ടിയല്ലേ? പക്ഷെ എന്നാലും ഒരു സാധനമുണ്ടല്ലോ എന്റെ മോനെ. വാവ് സ്കിൻ സയൻസിന്റെ ബ്രിങ്കരാജ് ഹെയർ ഓയിൽ ആണ് ഈ സംഭവം. ഒന്നുകൂടെ ഉണ്ടല്ലോ. അടിപൊളി. ഇത് വമ്പൻ സാധനമാണല്ലോ. 2 ടൈപ്പാണുള്ളത്. അതായത് കോംബ് ആപ്ലിക്കേറ്ററും ഇത് പമ്പ്. അപ്പോൾ ഈ കോംബ് ആപ്ലിക്കേറ്റർ ബ്രിങ്കരാജ് ഹെയർ ഓയിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഈ കോംബ് ആപ്ലിക്കേറ്റർ ബ്രിങ്കരാജ് ഹെയർ ഓയിൽ ജസ്റ്റ് തലയിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ റൂട്ടിലേക്ക് ഇത് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മനസ്സിലായി? ജസ്റ്റ് ഇങ്ങനെ ആക്കിയത്, കയ്യൊന്നും ചെയ്യണം. അതെ, കണ്ട, നൈസ്. അതുപോലെ തന്നെ ഡ്രൈ, പിന്നെ ഇറിറ്റേറ്റഡ് സ്കാൽപ്പ്, പിന്നെ നരച്ച മുടി, പിന്നെ പൊട്ടാൻ സാധ്യതയുള്ള മുടി, അത് മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നമൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ റൂട്ടിലേക്ക് നേരെ ഇറങ്ങി ചെന്നിട്ട് വീക്ക് ആയിട്ടുള്ള സ്ട്രാൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ കണ്ടീഷനിങ് എഫക്റ്റും ഉണ്ട്. പിന്നല്ല, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പൊട്ടാൻ സാധ്യതയുള്ള മുടിയും അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കാൽപ്പിനെയും ഇത് റിവൈവ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള വമ്പൻ സാധനങ്ങളാണ്. അതെന്തൊക്കെയാണ് ആശി? രാജാവ്. എന്തിന്റെ രാജാവ്? സസ്യങ്ങളുടെ രാജാവ്, അല്ലെങ്കിൽ കിങ് ഓഫ് ഹെർബ്സ് എന്നറിയപ്പെടുന്ന ഭൃംഗരാജ്. അതിന്റെ എക്സ്ട്രാക്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട്? ലെമൺ എസെൻഷ്യൽ ഓയിലുണ്ട്, എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിലും ഉണ്ട്, പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഹെയർ ന്യൂറിഷിംഗ് ആയിട്ടുള്ള ഐറ്റംസ്, വിറ്റാമിൻ ഇ, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം? നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മുടി, അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ വോളിയം ഷൈനിങ് ഒക്കെ ഇത് കൂട്ടും. അതുപോലെ തന്നെ ഹെയർ ലോസ് കുറയ്ക്കാനും ഇത് സഹായിക്കും. വാവ് സ്കിൻ സയൻസിന്റെ ബ്രിങ്കരാജ് ഹെയർ ഓയിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതായത് സ്കാൽപ്പിലേക്ക് ഇത് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കും വീക്ക് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് ആയിരിക്കും. അതായത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ കണ്ടീഷൻ അനുസരിച്ച്. എക്സാക്ട്ലി. പിന്നെ വേറെ കാര്യം വെച്ചാൽ വാവ് സ്കിൻ സയൻസിന്റെ പ്രോഡക്ട്സിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. സിലിക്കൺ, പാരബൻ, സൾഫേറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാവ് സ്കിൻ സയൻസിന്റെ ബ്രിങ്കരാജ് ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കയറിയിട്ട് മേടിക്കാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് നെക്സ്റ്റ് റിസപ്ഷൻ വ്ലോഗിലേക്ക് പോകാം. റിസപ്ഷൻ വ്ലോഗിലേക്ക് പോകും മുന്നേ ആയിട്ട് കല്യാൺ മന്ത്രി ഒരു കിടുക്കാച്ചി മൊങ്കോ സാധനം ചെയ്തിട്ടുണ്ട്. അതായത് 2 മിനിറ്റ് ദൈർഘ്യമുള്ള നമ്മുടെ റിസപ്ഷന്റെ മൊത്തത്തിലുള്ള ഒരു ലൊക്കോ സാധനം. ആ ഒരു ഓ ഗ്ലാസ്, ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും ആ 2 മിനിറ്റ് സാധനം നിങ്ങൾ കണ്ടു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. റെഡി? 1 2 3.
അപ്പോൾ ഈ ഫൂട്ടേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കല്യാൺ മന്ത്രയാണ് നമുക്ക് ചെയ്തു തന്നത്. ഒരു മടിയും കൂടാതെയാണ് അവർ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ആദ്യം ഈ കല്യാൺ മന്ത്രയെ പരിചയപ്പെടുത്തി തന്ന മഹാനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആഷിഖിൻ്റെ ഫ്രണ്ടാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നതും ആസിഫ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞായിരുന്നു, ചേട്ടാ ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, നമ്മുടെ കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ പൊളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു പൊളിക്കുന്ന 2-3 ടീമിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവന്മാരുടെ 2-3 വീഡിയോസ് ഒക്കെ ചേട്ടൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കൊള്ളാലോടാ, നമുക്ക് എന്നാ കൊടുക്കാൻ തീരുമാനം. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ സ്വത്തും സാഗരം വസ്തുക്കളെല്ലാം അങ്ങനെ കൊടുക്കാൻ ഒരു അവസ്ഥ വന്നില്ല. കാരണം എന്ന് വെച്ചാൽ മിതമായിട്ടുള്ള റേറ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് കാര്യം ഏൽപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ കാര്യം അങ്ങ് ഏൽപ്പിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് വ്ളോഗ് കിട്ടി, അതുപോലെ തന്നെ വമ്പൻ ഫോട്ടോസ് കിട്ടി, അതുപോലെ തന്നെ കുറേ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ഐറ്റംസ് അവർ ചെയ്തു തന്നു. അപ്പോൾ ഒരു രക്ഷയില്ല. ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട 2 മിനിറ്റ് വീഡിയോ തന്നെ പൊളന്ന സാധനം. അതുപോലെ തന്നെ കിടക്കാച്ചി ക്വാളിറ്റീസ് ഫോട്ടോസും ഉണ്ട്. അതായത് ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാൺ മന്ത്രയുടെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് കല്യാൺ മന്ത്രയുടെ ഇൻസ്റ്റ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കുക. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏൽപ്പിക്കാം. എന്തെന്ന് വെച്ചാൽ അത്രമാത്രം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമുക്ക് അങ്ങ് വന്ന് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു എല്ലാം ഇങ്ങനെ ചാടി നിൽക്കുന്ന പുൽച്ചാടി പോലത്തെ യങ്സ്റ്റേഴ്സ് ടീമാണ്. സോ അതുകൊണ്ട് നമുക്കൊരു വറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, അതായത് ടൈം. അതായത് ചില ടീമുകൾ അതാണ് ഞാൻ പറയുന്നത്, അവരുടെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ആൽബം കിട്ടാനും അതുപോലെ തന്നെ വീഡിയോ കിട്ടാനും നമ്മൾ പ്രസവം വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരേണ്ടി വരും. മനസ്സിലായല്ലേ? പക്ഷേ ഇത് അങ്ങനെയല്ല, പ്രസവം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ കല്യാണം താലിയിട്ട് കഴിഞ്ഞ് 1-2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാം ഫുൾ സെറ്റായിട്ട് ഇൻട്രോ വീഡിയോ ഫാസ്റ്റ് ഡെലിവറി അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടും തരും. അതായത് ഫോട്ടോസും ഫുൾ ഫോട്ടോ വീഡിയോ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ഡ്രൈവിൽ അവർ ഫാസ്റ്റായിട്ട് ചെയ്തു തരും. പിന്നെ വാല്യൂ ഫോർ മണിയാണ്. അതുപോലെ തന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. സത്യം, താങ്ക് യു. നിനക്കൊരു ഹാറ്റ്സ് ഓഫ്, അതുപോലെ തന്നെ ആസിഫിന് ഒരു ഹാറ്റ്സ് ഓഫ് ഞാൻ ഇതിൽ കൂടെ കൊടുക്കുകയാണ്. മെയിനായിട്ട് പറയാനുള്ള കല്യാൺ മന്ത്രയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റ IDയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ടയ്ക്ക് ഫോളോ ചെയ്യാം. അവിടെയും കുറേ ഫോട്ടോസും അവരുടെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ഇൻസ്റ്റയിലൂടെയും അവരുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫുൾ മുളക്കെ അടിച്ചോ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് ചെല്ലാം. റെഡി 1 2 3. അതിനു മുന്നേ ഇതിൽ കാണുന്ന ഹെലിക്യാം ഷോട്ട്, ഇതിൽ കാണുന്ന ഓരോ ക്യാമുകളുടെ ഷോട്ടും ക്വാളിറ്റിയും അവരുടെ കഴിവാണ്. കാരണം പ്രൊഫഷണൽ ആൾക്കാരാണ് ഇതിൽ മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ നോക്കിയപ്പോഴേ പാട്ട് നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ നീരജ് മാധവും സിദ്ധാർത്ഥ് മേനോനും കൂടി പാടിയിട്ടുള്ള ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന പാട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരാളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ നിങ്ങൾ 4 മണിയാകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് മാഹീൻ മച്ചാന്റെയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ മാഹീൻ മച്ചാനെ കാണാനില്ല. മാഹീൻ മച്ചാൻ എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യനുകൾ ആരും ചോദിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം എന്താണ് മാഹീൻ മച്ചാന്റെ കല്യാണമാണ്. കല്യാണ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നറിയാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സോങ് സ്പെഷ്യലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മാഹീൻ മച്ചാനും അതുപോലെ തന്നെ ഷബാനയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ 2 പേർക്കും ഒരു അടിപൊളി ലൈഫാണ് ഇനി അങ്ങോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷ് യു എന്താ പറയുക ഒരു നല്ല മാരീഡ് ലൈഫ് 2 പേർക്കും ഉണ്ടാവട്ടെ എന്ന് ക്ലബ് FM-ന്റെ ഹോൾ ടീമിന്റെ വക നമ്മൾ ഇങ്ങോട്ട് വിഷ് ചെയ്യാണ്, മനസ്സ് നിറഞ്ഞ് വിഷ് ചെയ്യാണ്. സോ നെക്സ്റ്റ് സോങ് സ്പെഷ്യലി 2 പേർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ കീപ് ലിസ്ണിംഗ് ടു ക്ലബ് FM 94.3. മച്ചാനെ ദിസ് സോങ് ഇസ് ഫോർ യു. ഷബാന കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലവ് യു ഓൾ. ഓക്കെ, കേട്ടിട്ട് തിരിച്ചു വരൂ. അപ്പോൾ ആക്ച്വലി റിസപ്ഷൻ എത്തിയിരിക്കുകയാണ് നമ്മള്. ഞാനും ഷബാന ഇരിക്കുന്നത്. എന്താണ് ഫീൽ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയം? കണ്ടപ്പോ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കല്യാണത്തിൽ പോലും ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ട് സത്യം. ഇത് ഭയങ്കര വേറൊരു ആംബിയൻസ് ഇവിടെ. അകത്ത് കയറുമ്പോ വേറെ ലെവൽ സാധനമായിരിക്കും. അപ്പം ഷബാന പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ ഒരു അതുകൊണ്ട് ഞാൻ കർച്ചീഫ് എടുത്ത് ഇവിടെ വെച്ച്. അപ്പൊ നെഞ്ചിടിക്കില്ലല്ലോ, അറിയില്ല. നെക്സ്റ്റ് നല്ല മഴയും, കാരണം നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കൊടുക്കാറ്റും പേമാരിയും മഴയും. ഷബാന എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവിടെയും മഴ പെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രി ഒക്കെ അവര് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഒരു രസമല്ലേ? ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടണം, അതാണ് നമ്മളുടെ ഇത് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് പറയേണ്ടത് ഈ റോയൽ സംഭവങ്ങളൊക്കെ മെയിനായിട്ട് അതിന് ബിഗ് ഷൗട്ട് ഔട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയൂബിന്റെ ടീമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ കോൺടാക്ട്സും കാര്യങ്ങളും. നിങ്ങൾക്ക് കല്യാണമൊക്കെ കാണുമ്പോൾ വളരെ റേറ്റ് കുറച്ച് നല്ല രീതിയിൽ അവർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അത് സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടതാണ്. കാരണം ഷബാന വന്നപ്പോൾ തന്നെ ഷബാനയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
ഓക്കെ. അയ്യൂബ് എന്റെ പെൺകുട്ടി പറയാണ് വന്ന് കയറിയതും ഫ്ലാറ്റ് ആയെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒരു ഡെക്കറേഷൻ. മൊത്തം കാര്യങ്ങൾ പറഞ്ഞു എന്താ സംഭവം എന്ന്. മച്ചാന്റെ കാര്യം എക്സ്പേർട്സ് എന്ത് എക്സ്പേർട്സ് ആണ് എന്നാണ് ഇവര് സംബന്ധമായ കാര്യങ്ങൾ. അതാണ് അതിന്റെ കയ്യിലെ ഒരാള്. അതെ, അതാണ് അയ്യൂബാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. അയ്യൂബിന് ബിഗ് ഷൗട്ട്. അകത്തേറിയിട്ട് ബാക്കി. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ഇതാണ് നമ്മുടെ എൻട്രി. ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. മാരക എൻട്രിയാണ്, കാണാൻ പറ്റുന്നുണ്ട്. വി ആർ ഓൾസോ വെരി എക്സൈറ്റഡ്. യെസ്, അപ്പോൾ കയറാൻ വേണ്ടി പോവാണ്. കയറട്ടെ? തീർച്ചയായിട്ടും നമ്മൾ വരികയാണ്. ഫൈനലി വി അറൈവ്ഡ്. ആയിവാ, പൊളിച്ച്. ഒരു രക്ഷയില്ല. ചെറിയൊരു നെഞ്ചിടിപ്പ്, ഒരു ബ്ലാഞ്ചിപ്പ്. അയ്യൂബേ, എനിക്ക് വേറെ ഒന്നും പറയില്ല, നീ ഒരു സംഭവ ബഹലമായിട്ടുള്ളൊരു ആളാണ് കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മുടെ ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും അവിടെ നിൽക്കുന്നുണ്ട്. കേട്ടൊക്കെ നമ്മൾ സ്റ്റേജിലാണ്. തള്ളുരാമൻ അന്തുവാണ് അവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. ആദ്യം ഫാമിലിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഫോട്ടോ സെഷനൊക്കെ ഫാമിലിക്കാർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് യൂട്യൂബേഴ്സിൻ്റെ ആൽബം കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ശ്രമമാണ്. രാത്രി 9 മണി വരെ 12 മണി വരെയാണ് മച്ചാനോട് നമുക്ക് വേണ്ടി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് DJ ഉൾപ്പെടെയുള്ള കലാപരിപാടികളൊക്കെ മച്ചാൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. അതെ, എല്ലാം സെറ്റാണ്. ടൺ കണക്കിന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അനിയനും ചേട്ടനും എത്തിയിരിക്കുകയാണ്. കാസ വ്ളോഗ്സ്. വളരെയധികം സന്തോഷമുണ്ട്. എന്തോ ഒരു സാധനമൊക്കെ കൊണ്ടുവന്നേ. ഇത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ മോൻ അങ്ങോട്ട് പിടിച്ചോ. ഇത് അൺബോക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ പൊളിയായിട്ട് ഒരു രക്ഷയില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലക്കി. ഇത് വേണോ?
നന്നായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. നിങ്ങൾ വരുന്ന നിങ്ങളുടെ പ്രസൻസ് ഒക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു വലിയ ഗിഫ്റ്റാണ്. ഇത് ആരാണ് എത്തിയിരിക്കുന്നത് നോക്കിയാൽ ഷമീസ് കിച്ചൺ ആണ് എത്തിയിരിക്കുന്നത്. ഷമീസ് കിച്ചന്റെ പ്രാങ്ക് ഇപ്പോഴും എൻ്റെ പെട്ടിയിലിരിക്കുകയാണ്. ഇടട്ടെ? വലുതായിട്ടൊന്നുമില്ല, സിമ്പിൾ സാധനമാണ്. ഓക്കെ, എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം യൂട്യൂബിൽ ചാനലുള്ള പ്രാങ്ക് എൻ്റെ ഒരു ഹൈ ഒക്കെ പറയാം ഇങ്ങനെ. ഓക്കെ, സെറ്റ്. ഞങ്ങൾക്ക് മുങ്ങി പോണെങ്കിൽ ഇടയ്ക്കൊന്ന് മുങ്ങണെങ്കിൽ ഓക്കെ, അങ്ങനെ നിങ്ങളിവിടെ നിൽക്കട്ടെ, ഇരിക്കും ഒരിടത്തും പോയി കളയല്ലേ, ഇവിടെ എല്ലാവരും. നെക്സ്റ്റ് വരാൻ പോകുന്ന വേദിയിലേക്ക് നമ്മുടെ എല്ലാം ശങ്കരൻ ബ്ലോഗ്സ്. കം ഓൺ, ശങ്കു ആരെ നോക്കിയോ, വാ ഇങ്ങോട്ട്. ഇത് എന്നെ പോലെ മേക്കപ്പ് ചെയ്തേക്കാണല്ലോ, പയ്യൻ മാറിപ്പോവോ? അപ്പൊ ഇതെന്താ സാധനം? ടോയ്സ് ആണോ? പ്രാങ്ക് ആണോ? ഞാൻ ഇപ്പൊ പൊട്ടിക്കണോ? വേണ്ട. ഓക്കെ, ശരി. ഓക്കെ, ശങ്കരൻ, നമ്മളെ വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? വ്ളോഗിൽ ഇതാ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ പറയാം. കമോൺ. ഷബാനയുടെയും ഒന്നും കൂടെ. ടേക്ക് 2. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പിന്നെ അല്ല, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇത്രോ പേർക്കിട്ട് പണി എന്താണ് നമ്മളായിട്ടൊരു വിട്ടുവീഴ്ച കൊടുക്കുക. ഷാമ്പയിൻ തരും പോലെ 30 രൂപയുടെ കുപ്പിയിൽ ഇവൻ ശരിക്കും 24-ന്റെ അവാർഡ് നൈറ്റിന് 1,00,000 കിലോമീറ്റർ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇത് 5000 കിലോമീറ്റർ കടന്ന് എന്റെ കല്യാണം കൂടാൻ വേണ്ടി ഞാൻ തിരിച്ചു പോകണ്ട. നിങ്ങളുടെ ഒറ്റ വാക്കില ഞാൻ വന്നത്. 5000 കിലോമീറ്റർ 50,000 കോടി ആണോ? എന്റെ മോൻ സത്യല്ലേ? സത്യമാണ്. വേറെ ചേച്ചി എന്റെ മച്ചാനൊരു ജീവിതം കൊടുത്തല്ലോ, ഒരുപാട് സന്തോഷം. വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇവള് നിന്നെ കണ്ടതെന്ന് പറഞ്ഞു ഈ ബുൾജെറ്റ് എന്നാണ് പറഞ്ഞത്. കൊറേ കഷ്ടപ്പെട്ട് നിൽക്കാൻ അല്ലേ, നല്ല പെണ്ണ് കിട്ടില്ല. താങ്ക് യു. ചുമ്മാ ബാക്കിന്ന് എടുത്ത ബാക്കിന്ന് എടുത്താണ്. വേണ്ട. താങ്ക് യു. മാസം 18 ലക്ഷം രൂപ മേടിക്കുന്ന ആളാണ് ഇവിടെ വന്നിട്ട് കൈയും വെച്ച് ടാറ്റയൊക്കെ. ആ വീശത്തിൽ എന്റെ വേർപ്പ് മാറി. എന്തായാലും പൊളി, സന്തോഷം. കൊടുത്തത് അവിടെ വെച്ചോ. ഓക്കെ. അപ്പോ നമ്മുടെ എന്താ പറയാ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന പുതിയ ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ എന്താ പറയാ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടത്. ഈ പാലിന്റെ മധുരം പോലെ നിങ്ങളുടെ ജീവിതം എല്ലാം നല്ല രീതിയിൽ പോട്ടെ. താങ്ക് യു സുജിത്ത്. നിങ്ങളുടെ പ്രസൻസ് എനിക്ക് ഭയങ്കര ഒരു സംഭവം തന്നെ. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഞാൻ അത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാവരും. എടാ, ഇത് എന്റെ അനിയൻ വരച്ചാണ്, എടുത്തോണ്ട് പോലെ. താങ്ക് യു. എങ്ങനെയുണ്ട് ഇത് ചെയ്തേക്കുന്നതൊക്കെ? അടിപൊളിയല്ലേ? ഓക്കെ, ഇത് എക്സ്പേർട്സ് എന്ന് പറയുന്ന ഒരു ടീം ചെയ്തതാണ്. ഭയങ്കര സംഭവം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, അത് മതി. കളർഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന ഭയങ്കര സംഭവമാണ്. കല്യാൺ മന്ത്ര. അവളെന്നെ തറയെ കിടത്തും. ഓക്കെ, ഈ ബുൾജെറ്റ് എന്തെങ്കിലും പറയൂ. 24-ന്റെ അവാർഡിന് 74 അവാർഡ് മേടിച്ച ഫിറോസ് ചുട്ടിപ്പാറ. ഇത് പവർ കൂടിയ സ്റ്റേജാണ്.
ഇത് ആരാ എത്തിയേക്ക് നോക്കാം. എൻ്റെ ചുക്കുടു ഞച്ചു അപ്പു ജിതില്ല ഡയറക്ടർ ഓഫ് ദ ഇന്ത്യ ടൊബീനൊക്കെ ഡേറ്റ് മേടിച്ച് എത്തിയാണ്. ഭയങ്കര താല്പര്യമില്ല. ഓക്കെ ഇങ്ങനെ പിടിക്ക ബർത്ത്ഡേ ആണ്. കേക്ക് കട്ടിയാ. ബർത്ത്ഡേ ബോയ് കേക്ക് കട്ടിങ് ഉണ്ട്. വാ ഇനി മുറിക്ക് നിന്ന് അർജുന്റെ ബർത്ത്ഡേ ആണ്. 25 അവൻ വിളിച്ച ഉടൻ തന്നെ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ്. എന്നാലും അവൻ വരാൻ അവന്റെ 25 ആണെങ്കിൽ അവന്റെ 35ാമത്തെ പിറന്നാളാണ്. അതാണ് 10 വർഷം ഗ്യാപ്പ് ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അവൻ 2 പേരെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്ത് വന്നാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നത് ഞാൻ നോക്കിയില്ല. പ്രൊമോഷൻ വഴി 200 രൂപയ്ക്ക് വാങ്ങിച്ച കേക്കാണ്. അപ്പൊ നീ അത് അറുത്തിട്ടേ നീ പോവാവൂ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇനി കേക്ക് കട്ടിംഗ് സെറമണിയിലോട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അർജുൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ബർത്ത്ഡേ നീ മറക്കരുത്. എന്റെ റിസപ്ഷൻ നടക്കുന്ന ടൈം. എന്താ ഇത്? എന്താ ഇത്? ചുഴലിക്കാറ്റോ ഇങ്ങനെ ആടുന്നു? എന്റെ കൊച്ചിന് കൊടുക്കാം. ഇനി നീ അഭിയെ നോക്ക്. ഈ കാണുന്ന മൊത്തം എന്റെ ചങ്കുകളാണ്. എൻ്റെ വലവും ഇടവും ആയിട്ട് നിന്ന് എല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന കോളേജ് മേറ്റ്സും, അത് പിന്നെ ഒരു ഫാമിലിയെ മാറി. KK, അഭിഷേക്, അതുപോലെ തന്നെ അഖിൽ വിജയ്, ഹരി, ശ്രീകുട്ടൻ അളിയൻ, മിഥുൻ അളിയൻ, ആഷിഖ്, പമ്പിക്ക്, വിവേക്, ഭാര്യ. ഓക്കെ, ഇനി മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇന്ന് ഇട്ടേക്കുന്ന ഇവരുടെ ടീഷർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സ്നൊക്കോ, സ്ലിങ്കോ, മാഹീൻ, ഷബാന, സ്ലിങ്കോ, മെഡിക്കൽ മിറാക്കിൾ, ഇതൊക്കെ മെയിനായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈ ഡെസിഗ്നേഷൻ ആണ്. മൈ ഡെസിഗ്നേഷൻ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തന്ന വ്യക്തിയാണ്. മെയിനായിട്ട് പറയാനുള്ള ഇക്കയാണ്. ഇക്ക താങ്ക് യു സോ മച്ച്. ഈ ഒരു വലിയൊരു സംഭവമൊക്കെ ഒരുക്കി തന്നതിന് ഭയങ്കര സന്തോഷം. ഇക്കയുടെ അനുഗ്രഹം ഭയങ്കര സന്തോഷം. ഒരു അനിയനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ. ഉറപ്പായിട്ട് താങ്ക് യു. ഉറപ്പായിട്ട് ഞാൻ വരാം. ഓക്കെ, ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച്. പറഞ്ഞപ്പോൾ തന്നെ അവർ 5 ദിവസം കൊണ്ട് അടിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഹുഡിയൊക്കെ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു അളിയന്മാരെ. ആ ചെക്ക് കൊണ്ട് ഞാൻ രാജ്യം വിടും. ഓക്കെ, ഞാനിപ്പം നാക്കെടുത്ത് വളച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടേക്കുന്ന ഹുഡി ഞാൻ പറയുന്നതും ഒരു മടിയും കൂടാതെ ചെയ്തെന്ന ടീമുകളാണ് ഗോപിക ആൻഡ് സ്വരൂപ്. ഓക്കെ, അറിയാം, അവസ്ഥ മനസ്സിലാക്കുന്നു. ഓക്കെ, സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. മനുഷ്യൻ ഡിസൈനർ ഓഫ് ദ നേഷൻ ഹരിപ്രിയ. എനിക്കറിയാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പ്രസൻസ് കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ ഹുഡി. ഓക്കെ, എനിക്ക് മണാലി പോകാൻ വേണ്ടിയിട്ട് ഫുൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ വ്യക്തി. അളിയാ, തണുപ്പ് പ്രശ്നമില്ലല്ലോ അളിയാ? തണുപ്പ് അപ്പൊ അതിലെന്തോണ്ടല്ലോ വേർക്കും. മണാലിയിൽ വേർക്കുന്നത് ഇങ്ങനെ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. അതാണ് എമിൽ ബ്രോ. എന്തായാലും ഞാൻ വിളിച്ച ആളെ എടുക്കും അല്ലേ? ഭയങ്കര കമ്പനിയാണ്.
എനർജി ഇല്ല. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് കല്യാണം കൂടാൻ വന്ന മച്ചാൻസ് വ്ലോഗിൻ്റെ എല്ലാവിധ ആശംസകളും. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ ചങ്കുകളാണ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇതൊരു കല്യാണ വൈബ് അല്ലായിരുന്നു, ഒരു DJ പാർട്ടി ലെവലാക്കി തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ഓരോരുത്തർക്കും. താങ്ക് യു വെരി മച്ച്. കല്യാൺ മന്ത്ര ടീമിന് ഒരു ബിഗ് ഹായ്. കാരണം ആസിഫിൻ്റെ ടീമിന്, ആസിഫ് ലിറ്റായിരുന്നു, ലിറ്റ് വെച്ച് എൻ്റെ വൈഫിൻ്റെ വക 2 വാക്ക്. വന്നിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ബാക്കി ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. പ്രാങ്ക് ഇവന്റെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വേറെ കാണുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് വരും അവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വെരി മച്ച്. ഒരു കാപ്പടി പ്ലീസ് ചോദിച്ചു വാങ്ങും. കാർത്തിക് എവിടെ? കാർത്തിക്. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്, ലവ് യു. നിങ്ങളാണ് ഈ ഒരു റിസപ്ഷൻ ഭയങ്കര സ്നൊക്നാച്ചിയാക്കി തന്നതിന് താങ്ക് യു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെ, അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈഡിൽ കണ്ട ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഔട്ടോ കാർത്തിക്കാണ് പറയാൻ പോകുന്നത്. അപ്പൊ മച്ചാന്റെ ഈ ബൊമ്പിച്ച കല്യാണ ബ്ലോഗ് ലെജൻഡറി, കേരളം എന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കല്യാണത്തിന് ഔട്ടോ എടുക്കാൻ കിട്ടിയ ഈ ഭാഗ്യത മിസ്സാകില്ല. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ DJ ആണ് അബി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അബിയുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കുക. 1 ലക്ഷം ഭയങ്കര പക്ഷെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ചുമ്മാ അത് ഭയങ്കര സന്തോഷത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലാണ് വന്നത്. അല്ലെങ്കിൽ ഓടിയെത്തി 1 ലക്ഷം നീ പൊളിച്ചേട്ടോ, നല്ല വൈബ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെച്ചേക്കട്ടെ, നീ ഇങ്ങനെ വീലാലാലൊക്കെ കയറിയ വീട് വീലാലാലാണ്ട് കോപ്പറേറ്റ് അടിക്കുന്നത് ഒരു ചെറിയ ഇന്നലെ തൊട്ടേ സൂര്യൻ വരുന്നില്ല. സ്റ്റോറി ഇടക്കം കുളമാക്കണം. എനിക്ക് നെഞ്ച് വേന ഒന്നും നടന്നിട്ടില്ല. ഇവന് അത് മാത്രം ചോദിക്കുള്ളൂ. മാന്യത രീതിയിൽ ഞാൻ പറഞ്ഞു, ഫുഡ് കഴിക്കുക, കഴിച്ചിട്ട് പോവാ, സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം ക്യാമറ ഓൺ ആക്കില്ല, ഫോട്ടോ എടുക്കുന്നത് അവിടെ ഇങ്ങനെ നമ്മളിവിടെ സംസാരിക്കാനല്ല കയറിയ, ഫോട്ടോ എടുക്കാൻ. ഓക്കെ, പൊതിയില്ല ഒന്നുമില്ല, വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യൂബേ നീ ഞെട്ടിച്ചു കളഞ്ഞേട്ടോ, ശരിക്കും ഒരു രക്ഷയില്ല. ഭയങ്കര സംഭവം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് അൽസാജിനെ ബിഗ് താങ്ക്സ്, അതുപോലെ തന്നെ അയ്യൂബ് എക്സ്പോർട്ട് ഹാൻഡ് ഭയങ്കര സർപ്രൈസ് ആക്കി കളഞ്ഞു നമ്മളെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ഒരു മൊമെന്റ്.